ആലുവ പറവൂർ കവലയിൽ 57-കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപിടിയിൽ. ഏഴിക്കര കോട്ടുവള്ളി കൈതാരം ദേവസ്വം കോളനിയിൽ ശ്രീകുമാറിനെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത്. അയ്യമ്പുഴ സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. രണ്ടുപേരും തമ്മിലുള്ള വഴക്കിനെ തുടർന്നുണ്ടായ വിരോധത്തിൽ പ്രതി നെഞ്ചത്ത് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. വിവിധ സ്റ്റേഷനുകളിൽ 10ഓളം കേസിലെ പ്രതിയാണ് ശ്രീകുമാർ. കൊലയ്ക്ക് കാരണം വാക്കേറ്റമെന്ന് പോലീസുകാർ ആരോപിച്ചു. ഇന്നലെ രാത്രി ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ 5 മണിക്ക് ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നപ്പോൾ വീണ്ടും വഴക്കുണ്ടാകുകയും കത്രിക വെച്ച് കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു എന്ന് ആലുവ DOSP P പ്രസാദ് പറഞ്ഞു. ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ട് ഒരാളാണ്. അയാൾക്ക് ഈ പറവൂർ കവല ഒരു തലശ്ശേരി ചിപ്സ് എന്ന് പറഞ്ഞ കടയുടെ ഫ്രണ്ടിൽ വെച്ച് കുത്തേറ്റ് സബ്സിക്വന്റ് ആയിട്ട് അയാൾ മരണപ്പെട്ടിട്ടുണ്ട്. അത് കുത്തിയ ആള് ഒരു ശ്രീകുമാർ എന്നുള്ള ആളാണ്. അയാളും ആക്രിപെറുക്കി നടക്കുന്നതാണ്. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണെന്നാണ് മനസ്സിലായത്. രണ്ടും മലയാളികളാണ്. രാവിലെ ഇവിടെ ചായ കുടിക്കാൻ വന്നതിന് ശേഷം ഒരാൾ ചായ കുടിച്ചിട്ട് ആക്രിപെറുക്കാൻ പോയി. അയാൾ ആക്രിപെറുക്കിട്ട് മടങ്ങി വരുന്ന സമയത്ത് രണ്ടാമത്തെ അക്യൂസ്ഡ് എന്ന് പറയുന്ന ആള് ഇവിടെ ചായ കുടിക്കാൻ വന്നു. ഇവര് ഒന്നിച്ച് നടക്കുന്നതാണ്. ഇന്നലെ മദ്യപിച്ച എന്തോ തർക്കം ഇവരുണ്ടായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിണങ്ങി തമ്മിൽ അടികൂടി കൂടിയിൽ പ്രതിയുടെ കയ്യിലിരുന്ന ഒരു കത്രി പോലെയുള്ള എന്തോ ഒരു മൂർച്ചയുള്ള ഉപകരണമാണെന്നാണ് പറയുന്നത്. കണ്ടിരുന്ന സാക്ഷി പറയുന്നത്. അത് വെച്ച് നെഞ്ചു ഭാഗത്തോട്ട് കുത്തിയിട്ടുണ്ട്. കുത്തിയതിന് ശേഷം അയാളെ കുറച്ച് നടന്ന് അങ്ങോട്ട് മാറിയതിന് ശേഷം അവിടെ വീഴുകയാണ് ചെയ്തത്. പിന്നെ ഇത് കണ്ടിരുന്ന ആൾക്കാർ അപ്പോൾ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അത് പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് വരുന്ന സമയത്ത് ഇയാള് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് നാട്ടുകാർ തടഞ്ഞു നിർത്തി. അങ്ങനെ ഇപ്പൊ നമ്മൾ നിലവിൽ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ചെറിയ പരിക്കുണ്ട്. ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്. അത് വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ട് ബാക്കിയുള്ള നടപടിയിലേക്ക് തുടരുന്നുണ്ട്. ഇപ്പോൾ ഒരാളുടെ മൊഴി എടുത്തിട്ട് FIR എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.